ഈ പലഹാരം കണ്ടിട്ട് സുഖിയൻ അഥവാ മോദകമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റി. ഇത് സുഖിയനും മോദകം ഒന്നുമല്ല. ഇതാണ് ട്രിവാൻഡ്രത്തിന്റെ സ്വന്തം മുന്തിരിക്കൊത്ത്. ഇതിൽ മുന്തിരി ഉണ്ടായിട്ടാണോ കൊത്തുണ്ടായിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇതിന്റെ പേര് മുന്തിരിക്കൊത്താണ്. കുറഞ്ഞ ഒരു 15 ദിവസം നമുക്കിത് കേടുകൂടാതെ ഉപയോഗിക്കാം. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 1 കപ്പ്, അതായത് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ പയറാണ് കേട്ടോ, ചെറുപയറാണ്. അപ്പൊ ആദ്യം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഒരു അടിക്കട്ടിയുള്ള കടായിയിലേക്ക് ഇട്ട് കൊടുത്ത് തുടരെ ഇളക്കി കൊടുക്കുക. പയർ അത്യാവശ്യം മൂത്ത് ചുവന്ന് വരുമ്പോഴേക്കും, അല്ലെങ്കിൽ അത് മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങുമ്പോഴേക്കും കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഏതാണ്ട് ഈ കാണുന്ന പോലെ ഒന്ന് മൂത്ത് ചുവന്ന് വരുമ്പോഴേക്കും കോരി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇനി ഇതേ കടായിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ നെയ്യ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഈ നെയ്യ് ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ 4/3 ഭാഗം ചിരകിയെടുത്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഈ തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ചുവപ്പിച്ചെടുക്കണം. ഈ കാണുന്ന പോലെ മൂത്ത് ചുവന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ കടായിയോട് കൂടി തന്നെ എടുത്ത് മാറ്റാം. അങ്ങനെ ഈ പയറും തേങ്ങയും കൂടി ഒന്ന് മൂപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അടുത്തതായി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ശർക്കര പാനിയാണ്. അതിനായിട്ട് ഒരു ചെറിയ ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നേരത്തെ പറഞ്ഞിരുന്ന 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ ശർക്കര എടുത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ശർക്കര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതോടൊപ്പം തന്നെ 100 ml വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് തുടരെ ഇളക്കി നമുക്കിത് ശർക്കര പാനിയാക്കി മാറ്റാം. ശർക്കര പാനി എന്ന് പറയുമ്പോൾ പലർക്കും അറിയായിരിക്കും. ശർക്കര വെള്ളത്തിൽ നല്ലതുപോലെ ലയിച്ച് ചെറുതായിട്ടൊന്ന് കുറുകി ഒരു നൂൽ പരുവമായി വരുന്നതിനെയാണ് ശർക്കര പാനി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പോലെ കുറച്ച് കയ്യിലെടുത്ത് നോക്കേണ്ടതായിട്ട് വരും. കണ്ടോ, ഈ കാണുന്ന പോലെ നൂൽ പരുവത്തിന് വലിഞ്ഞു വരും. അതാണ് നമ്മുടെ ശർക്കര പാനിയുടെ കറക്റ്റ് ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഒന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച ചെറുപയർ ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ 3 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. തീരെ നൈസായിട്ട് അഥവാ പൗഡർ പരുവത്തിൽ പൊടിച്ചെടുക്കരുത്. ഈ കാണുന്ന പോലെ ചെറു തരികളോടുകൂടി വേണം പൊടിച്ചെടുക്കാൻ. ഇങ്ങനെ പൊടിച്ചെടുത്ത പയറുപൊടി ഉണ്ടല്ലോ, നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതോടൊപ്പം തന്നെ നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ച തേങ്ങയുണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പാനി കാച്ചിയെടുത്ത ശർക്കര ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയ ഉരുളകളാക്കി മാറ്റാം. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ട്രിവാൻഡ്രത്തിന് പുറത്ത് പലർക്കും ഈ പലഹാരത്തിനെ കുറിച്ച് വലിയ പിടിയൊന്നുമില്ല. എല്ലാവരുടെയും വിചാരം ഇത് മോദകം അല്ലെങ്കിൽ സുഖിയനാണെന്നാണ്. പിന്നെ ഇവിടങ്ങളിൽ സുഖിയനെ മോദകം എന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ ഈ പലഹാരത്തിനെ കുറിച്ച് പറയാം. മുന്തിരിക്കൊത്ത് എന്നറിയപ്പെടുന്ന ഈ പലഹാരം കുറഞ്ഞ ഒരു 15 ദിവസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഒരു പലഹാരമാണ് കേട്ടോ. നമ്മുടെ ചായക്കടി പോലെയൊന്നുമല്ല, മോദകം പോലെയൊന്നുമല്ല. മോദകം നമുക്ക് 1-2 ദിവസം ഉപയോഗിക്കാം. പക്ഷെ അതിൽ കൂടുതൽ ദിവസം നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ശർക്കര പാനിയുടെ പാകം കറക്റ്റാണെങ്കിൽ ഈ പറഞ്ഞ 15 ദിവസമല്ല 30 ദിവസം വരെ നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാം. പിന്നെ ഒരു കാര്യം, ചെറു ചൂടോടുകൂടി വേണം നമുക്കിത് ഉരുട്ടിയെടുക്കാൻ. ചൂട് മാറിയിട്ട് ഉരുട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് സെറ്റായി പോകും. അതുകൊണ്ട് ഈ കാണുന്ന പോലെ എല്ലാം ചെറു ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുത്ത് വെക്കുക. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് വറുക്കാത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ, അതായത് 15 ml 2 ടേബിൾ സ്പൂൺ മൈദ മാവ് കൂടി ഇട്ട് കൊടുക്കുക. ഇവ കൂടാതെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ മാവും മറ്റും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കലക്കിയെടുക്കാം. സാധാരണ ചായക്കടിക്കും മറ്റും മാവ് കലക്കിയെടുക്കുന്നത് പോലെ നല്ല കട്ടിയോടുകൂടിയല്ല നമുക്കിതിന് വേണ്ട മാവ് കലക്കിയെടുക്കാൻ. ഒരല്പം ലൂസായിട്ട് നൈസായിട്ട് വേണം നമുക്ക് ഈ മാവ് കലക്കിയെടുക്കാൻ. എന്ന് കരുതി ആദ്യമേ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അല്പാൽപമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഏതാണ്ട് ഈ കാണുന്ന പോലെ കയ്യിലൊട്ടി ഒലിച്ചിറങ്ങുന്ന ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ഈ മാവ് കലക്കിയെടുത്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ ഈ 2 കാര്യങ്ങളൊന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് വലിയ പാടൊന്നുമില്ല. ഒരു കടായിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഈ ഓരോ ബൗളുകളായിട്ട് ഈ മാവിലേക്ക് മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്ന് ഇട്ട് കൊടുത്തതിന് ശേഷവും 1-2 സെക്കൻഡുകൾ കഴിഞ്ഞിട്ട് വേണം അടുത്തത് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ പരസ്പരം ഒട്ടിച്ചേർന്ന് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓരോ തവണയും എണ്ണയുടെ ലഭ്യതയ്ക്കനുസരിച്ച് എണ്ണയിൽ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ 7-8 എണ്ണം വീതം ഇട്ട് കൊടുത്ത് അത് മൂപ്പിച്ചെടുത്തതിന് ശേഷം വേണം അടുത്തത് ഇട്ട് കൊടുക്കാൻ. അതുപോലെ ഈ 7 എണ്ണവും ഇട്ട് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാൻ നോക്കരുത്. കുറഞ്ഞ ഒരു 2 മിനിറ്റുകൾക്ക് ശേഷം ഒരു വശം മൂത്ത് തുടങ്ങി എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം തിരിച്ചിട്ട് മറുവശം കൂടി മൂപ്പിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ എല്ലാ വശവും മൂത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. വേണ്ടപ്പെട്ടവർ ഗൾഫിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ തയ്യാറാക്കി കൊടുത്തുവിടാൻ പറ്റിയ ഒരു കിഡിലൻ പലഹാരമാണ് കേട്ടോ. കിഡിലൻ എന്ന് പറഞ്ഞാലും പോരാ, ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും കഴിക്കാൻ തോന്നും. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.